ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇന്ന് 10 ഇലകൾ കൂട്ടിയിട്ടുള്ള ഒരു കറി വയ്ക്കാൻ പോകണം, ഇലക്കറി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് 10 ഇലകൾ വെച്ചുള്ള കറികളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പയറിൻ്റെ ഇല പൊട്ടിച്ച് കഴിഞ്ഞു. ഈ ഇലകൾ പൊട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പുഴുക്കളോ കാര്യങ്ങളൊക്കെ ഓരോ ഇലകൾ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നല്ല വൃത്തിയായി കഴുകും വേണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കർക്കിടക മാസത്തിൽ നമ്മൾ ആട്ടിൻ്റെ തണ്ടൽ വെച്ച് കഴിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഈ കർക്കിടകത്തിൽ 10 ഇലകൾ വെച്ച കറികൾ കഴിച്ചു വരുന്നുണ്ട്. ഇതുപോലെ കർക്കിടകത്തിൽ പച്ചിലക്കറികൾ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ. അങ്ങനെ നമ്മൾ പയറിൻ്റെ ഇല പൊട്ടിച്ചെടുത്തുകയാണ്. നമുക്ക് അടുത്ത ഇല പൊട്ടിക്കാം. ഗൈസ്, അടുത്ത് നമ്മൾ ചേനയുടെ ഇലയാണ് പൊട്ടിക്കാൻ പോണത്. ചേന ഇല. ഗൈസ്, അപ്പോൾ അവൾ ചേനയുടെ ഇല പൊട്ടിച്ചു. നമുക്ക് അടുത്ത ഇല പൊട്ടിക്കാം. ഇനി നമ്മൾ മുരിങ്ങയുടെ ഇലയാണ് പൊട്ടിക്കാൻ പോകുന്നത്. നമ്മൾ മുരിങ്ങയുടെ ഇല പൊട്ടിക്കാൻ പോവാണ്. ഗൈസ്, ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് ഷുഗർ ചീരയാണ്. ഷുഗർ വളരെ കുറവായിരിക്കും ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ആ ഇലയും ഇതിന് നമ്മൾ ചേർക്കണം. അപ്പോൾ 4ാമത്തെ ഇലയാണ് ഇപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. കണ്ടില്ലേ? നെക്സ്റ്റ് ഇല മുളകിൻ്റെ ഇല. ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് മുളകിൻ്റെ ഇലയാണ്. അപ്പോൾ നമ്മൾ 5ാമത്തെ ഇലയാണ് പൊട്ടിക്കാൻ പോകുന്നത്. അത് മുളകിൻ്റെ ഇല തന്നെയാണ്. നമ്മൾ മുളകിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇല പൊട്ടിക്കാം. ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് കോവക്കായുടെ ഇലയാണ്. കോവക്കായുടെ ഇല പൊട്ടിക്കുകയാണ് നമ്മൾ. ഗൈസ്, അങ്ങനെ നമ്മൾ കുമ്പളത്തിൻ്റെ ഇല പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ തന്നെ കടുവത്തൂവയുണ്ട്. കൊടുത്തൂടെ ഇല കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ കർക്കിടക മാസത്തിലൊക്കെ കൊടുത്തേക്കൊരു പ്രത്യേകമുണ്ട്, ചൊറിച്ചിൽ കുറവായിരിക്കും. അപ്പോൾ ഇതൊരു ഔഷധമുള്ള ഇല തന്നെയാണ്. അപ്പോൾ നമ്മൾ കുമ്പളത്തിൻ്റെ ഇലയും കൊടുത്തുകയും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് കണ്ടോ? ഗൈസ്, ഇത് ചീരയാണ്. ഇതൊരു ചീരയാണ്. അപ്പോൾ ഈ ചീരയുടെ ഇല നമ്മൾ എടുക്കും. സാധാരണ നമ്മുടെ നാട്ടിലെ നാട്ടുപ്രദേശം കണ്ടുവരാനുള്ള ചീരയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലയും പൊട്ടിക്കണം. ഇതിലും ചീരയുടെ ഇലയാണ്. ചീരയാണ്. ഇനി നമ്മൾ മത്തൻ്റെ ഇല പൊട്ടിക്കണം. ഇല റെഡി ആയിരിക്കുകയാണ്. മുളകില, ഷുഗർ കുറയ്ക്കാനുള്ള ചീരയില, കോവക്കയുടെ ഇല, ചേനയില, കൊടുവത്തൂര ഇല, മറ്റൊരു ചീരയിലയാണ്, കുമ്പളത്തിൻ്റെ ഇല, മത്തങ്ങയില, പിന്നെ പയറിൻ്റെ ഇല, മുരിങ്ങയില. അങ്ങനെ 10 ഇലകൾ റെഡി ആയിരിക്കുകയാണ്. ഇനി ഈ ഇലകളൊക്കെ നമുക്ക് നന്നായി വൃത്തിയിൽ കഴുകിയെടുക്കാം. അപ്പോൾ 2 കിലോ വെള്ളം വയ്ക്കണം. ആദ്യം ഒന്നിൽ കഴുകണം, പിന്നെ രണ്ടാമത് വേറെ ഒന്നിൽ കഴുകണം. അപ്പോൾ നമ്മൾ ആദ്യം മുളകിലെടുത്ത് കഴുകാൻ പോവാണ്. നന്നായി കഴുകണം, വൃത്തിയിൽ കഴുകണം. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ വെള്ളത്തിലും കഴുകണം മുളകില. പിന്നെ നമ്മൾ എടുക്കുന്നത് കോവക്കയുടെ ഇലയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ഇലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, പുഴുക്കളുണ്ടോ നോക്കുക. എല്ലാ ഇലകളിലും പുഴുക്കളൊക്കെ ഉണ്ടോ എന്ന് നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് കഴുകുക. അതേപോലെ ആദ്യം ഈ വെള്ളത്തിൽ കുറിച്ച് കഴുകുക. ഇനി നമ്മൾ ഇതേപോലെ ചേനയുടെ ഇല എടുക്കുക.
അത് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്യണം. നന്നായിട്ട് ചെക്ക് ചെയ്ത് കഴുകണം. കട്ട് ചെയ്യാം. അതേപോലെ ഉണങ്ങി നിൽക്കുക. പടവത്തോടെ എടുക്കുക. കുറച്ച് വെള്ളം ചെക്ക് ചെയ്യാം. കട്ട് ചെയ്യാം. എല്ലാ ഇലകളും കഴുകി കഴിക്കണം. ഗൈസ്, അപ്പോൾ ഏകദേശം എല്ലാ ഇലകളും നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ മുരിങ്ങയുടെ ഇല ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കിയില്ല, അത് മൂടി ചെറുതാക്കി ഊരിയെടുക്കുക. ശേഷം ഇല അരിയാൻ വേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഒരു നാക്കില ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മുറിക്കാനുള്ളൊരു പല കഷ്ണം വയ്ക്കുക. ശരിക്കും ഈ ഇലകളൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ മുറിക്കുക വേണ്ടത്. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെയും ചെയ്യാം. നേരെ മറിച്ച് ഇതാണ് കുറച്ചും കൂടി ആദ്യകാലങ്ങളിലൊക്കെ കാരണന്മാർ ചെയ്തു തന്നിരുന്നത്. പക്ഷെ ഞാനിത് കത്തി വെച്ച് അരിയാണ്. കാരണം ഒന്നുകൂടി കുനുകുനുവന്ന് അരിഞ്ഞ് മിക്സിങ് ആക്കിയിട്ട് അല്ല ഒന്നുകൂടി മിക്സിങ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. എടുത്തിട്ട് അരിയുക. അതിനുശേഷം എല്ലാ ഇല വീണ്ടും ഒന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് കൂട്ടി അരിയാം. ഗൈസ്, അപ്പോൾ ഏകദേശം അങ്ങനെ എല്ലാ ഇലകളും അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കത് ഇനി വേണ്ട ചേരുവകളൊക്കെ അതിലേക്ക് ചേർക്കാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ചീനച്ചട്ടിയിൽ നമ്മൾ അരിഞ്ഞു വെച്ച ഇലകൾ അതിലേക്ക് ഇടുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പോ പൊടിയുപ്പോ ഇടുക. ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചീനമുളക് അരിഞ്ഞത് എടുക്കുക. അരിഞ്ഞു വെച്ച ചീനമുളക് അതിലേക്ക് ഇടുക. ഇടയ്ക്കിടയ്ക്കായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് ഉപ്പും പച്ചിലകളും ചീനമുളകുമായി മിക്സ് ആവുകയുള്ളൂ. പണ്ടത്തെ കാലത്തെ ആളുകളൊക്കെ ഇതുപോലെ കഞ്ഞിയും പച്ചില കറികളാണ് കഴിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് അന്ന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ ആളുകളൊക്കെ ഫാസ്റ്റ് ഫുഡിലേക്ക് പോയപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി തുടങ്ങി. പച്ചില കറികളിൽ അടങ്ങിയിരിക്കുന്ന ഔഷധങ്ങൾ മനുഷ്യനെ ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നു. നന്നായി വെന്ത് വരുമ്പോൾ ഇലകൾ നിറയെ ഇലകളൊക്കെ വെന്ത് ചുങ്ങി ചെറുതായി വരും.
കർക്കിടകത്തിലെ 10 ഇലക്കറികൾ, അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത. സൂപ്പർ മണം. നന്നായിട്ട് എല്ലാ ഇലകളും നന്നായി വേവണ വരെ നിലക്കി കൊടുക്കണം. അങ്ങനെ വെന്ത് തിളച്ച് നിൽക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഹായ് ഗൈസ്, അങ്ങനെ പച്ചിലക്കറി ആയിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. സൂപ്പർ. അപ്പം ഇലക്കറി സൂപ്പറായിട്ട് എല്ലാവരും കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പച്ചലക്കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.